അപ്പോഴേ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫാണേ. സോ കുറേ പണിയുണ്ടായിരുന്നു വീട്ടിൽ. ആക്ച്വലി ഈ കബോർഡ് കണ്ടോ, ഇതൊരു കോർണർ ഡിസ്പ്ലേ ക്യാബിനറ്റ് ആണ്. ഞങ്ങൾ ഈ വീട് മേടിച്ചപ്പം ഇങ്ങനെ ഒരു കളക്ഷന് വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതാണ്. ജീവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റെയറായിട്ടുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാനേ. സോ ഇതിൻ്റെ എണ്ണ ഒന്നും കണ്ടുകൊണ്ട് ജീവനെ ഭയങ്കര ഒരു കുടിയനായിട്ടൊന്ന് തെറ്റിദ്ധരിക്കരുത്. പുള്ളിക്ക് ഇത് കളക്ട് ചെയ്ത് വെക്കാനാണ് ഇഷ്ടം. സോ ഞങ്ങൾ ഇത് റോട്ടർഡാം പോയപ്പോൾ വാങ്ങിച്ചത്. ഇത് ബെൽജിയം. ഇത് നമ്മളിവിടെ ഇവിടുന്ന് വാങ്ങിച്ചത്. അതിൻ്റെ പുറകിലിരിക്കുന്ന 2-3 എണ്ണം പാരീസ് അല്ല ഫ്രാൻസ് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ഞങ്ങൾ ജീവൻ്റെ കഴിഞ്ഞ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയത്. ഇത് ബെൽജിയം. സോ ഇത് നമ്മുടെ സ്കോട്ട്ലൻഡിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഇതുണ്ട് ഇപ്രാവശ്യത്തെ കോസ്കോയിൽ നിന്ന് കിട്ടിയാണ്. ലിമിറ്റഡ് എഡിഷൻ ആണ്. ഒരു ഇത് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. വോഡ്ക്കയാണ്. സ്റ്റിക്കി ടോഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിക്കാനല്ലാട്ടോ ഇതൊന്നും. ഇതെല്ലാം ഒരു കളക്ഷൻ ബേസിസിൽ വാങ്ങിച്ചതാണ്. സോ ഞങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ ക്യാബിൻ ആക്ച്വലി വാങ്ങിച്ചത് ഞാനാണ്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഇതുപോലെ പ്രാന്തുണ്ടത്. അത് അല്ലെങ്കിൽ ഞാൻ അന്ന് ഏറ്റവും വലുത് വാങ്ങിച്ചത്. ഇതിനകത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ഡിസ്പ്ലേ ക്യാബിൻ ഐക്യന്ന് വാങ്ങിച്ചു. സോ ഇത് ഇവിടുന്ന് മൂവ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം. അത് റെഡിമെയ്ഡ് അല്ല. ഐക്യന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ. പീസായിട്ടാണ് ഇത് നമ്മൾ സ്വന്തമായിട്ട് അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഇത് അസംബിൾ ചെയ്തെടുക്കലാണ്. അപ്പോൾ ജിനു ആശാരിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ജിനുവിൻ്റെ കൂടെ ഇങ്ങനത്തെ എന്തെങ്കിലും പണിക്ക് ചെന്നാൽ നമ്മൾ വളരെ ക്ഷമയോടുകൂടി നിൽക്കണം. കാരണം പുള്ളി പറയുന്നത് പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ ദേഷ്യം വരും. സോ ഞാൻ വെറും ഒരു അസിസ്റ്റൻ്റായിട്ട് സൈഡിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഇങ്ങനെ സാധനങ്ങൾ മേടിക്കുന്നത് ഈസിയാണ്, സെയിം ടൈമിൽ കോംപ്ലിക്കേറ്റഡുമാണ്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കി നമ്മൾ കറക്റ്റായിട്ട് പിടിപ്പിക്കണം. കാരണം എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ അയച്ച് നമ്മൾ ചെയ്താൽ ശരിയാതെ വരാം. കാരണം എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ദിവസങ്ങളോളം എടുത്ത് ചരിത്രം എനിക്കറിയാം. പിന്നെ അത് കുളമായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളാണെങ്കിലും ഈ വീട്ടിലോട്ട് മേടിച്ച ഫർണിച്ചറിൽ ഇപ്പോൾ 1-2 കട്ടില് പിന്നെ ഒരു കബോർഡ് അതെല്ലാം ഇങ്ങനെ മേടിച്ചാണ്. ഷൂ റാക്കല്ലേ, ഷൂ റാക്ക്. സോ അതിനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തായിരുന്നു. കാരണം ശരിക്കും നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ആണി അല്ലെങ്കിൽ സ്ക്രൂ ഇങ്ങനെ സാധനങ്ങൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ടാവും. ആ നമ്പർ അനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കണം. അങ്ങനെയാണ് നമുക്കത് ഇതിൽ പറയുമ്പം നമ്പർ 2x5, നമ്പർ 5x10 നമ്പേഴ്സ് എന്നൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിടിക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞു പോകും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ പാർട്സായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ചെറിയ പീസുകളുണ്ടല്ലോ, നമ്മുടെ കബോർഡിൻ്റെ കള്ളികളാണ്. ഓരോ കള്ളികളാണ് നമ്മൾ അതിൽ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ, ലെഫ്റ്റും റൈറ്റും അങ്ങനെ വെക്കുകയാണ്. ഇതാണ് മാനുവൽ. അപ്പോൾ കറക്റ്റായിട്ട് ഇതിനകത്ത് അവർ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട് എവിടെ എന്ത് പിടിപ്പിക്കണമെന്ന്. അപ്പം നമ്മളത് നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഈസിയാണ്. കെയർഫുള്ളായിട്ട് ചെയ്താൽ ഒരു എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതല്ല നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഊരിയും പിന്നെയും ചെയ്യേണ്ടി വരും. ഇത് ഒറിജിനൽ തടിയാണോ എന്ന് ചോദിച്ചാൽ തടിയുടെ ഒരു പ്രോഡക്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ തടിയല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എനിക്കൊന്ന് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ആണി ഊരി കുത്തി ഒക്കെ ചെയ്ത് ലൂസായി പോവുകയും പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് നോക്കി ഏതൊക്കെ ആണിയാണ് അല്ലെങ്കിൽ സ്ക്രൂ ആണ് എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്ന് കൺഫേം ചെയ്തതിന് ശേഷം പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ കബോർഡിൻ്റെ അടിഭാഗമാണ്. അവിടെ സ്ക്രൂ ഇട്ടിട്ട് ഇത് ലോക്കാണ്, ഒരു എക്സ്ട്രാ ലോക്കാണ്. ഇത് 4 എണ്ണം ഉണ്ട്. ഒരു സൈഡിൽ 4 എണ്ണം വെച്ച് ഇത് ലോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ഊരിപ്പോരത്തില്ല. ആദ്യം നമ്മൾ സ്ക്രൂ ഇട്ടു, അതിനുശേഷം നമ്മൾ ലോക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് നടുക്കത്തെ കള്ളി. അപ്പം 3 എണ്ണം ഏറ്റവും അടിയിലെ മുകളിലത്തെ നടുക്കത്തെ നമ്മളിങ്ങനെ സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യും. അത് ഊരിയെടുക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡാണ്. അവരത് നമ്പർ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഈ 3 എണ്ണം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള തട്ടുകൾ അല്ലെ കള്ളികളാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊക്കം അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി ചെറിയ കള്ളി വേണോ വലിയ കള്ളി വേണോ എന്ന് തീരുമാനിച്ച് നമ്മൾ വെക്കേണ്ടത്. സോ ഇത് കണ്ടോ, ഇതാണ് ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്.
രണ്ട് സൈഡിലും ഇതടിച്ചു. അതായത് ഒരു പെട്ടി പോലെ നമുക്കിപ്പോൾ കിട്ടും. ഇതും കൂടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എക്സ്ട്രാ കള്ളികൾ അല്ലെങ്കിൽ അറകൾ എന്നൊക്കെ പറയാം കബോർഡിൻ്റെ വെക്കേണ്ടത്. സോ അത് നോക്കി അവരെ കറക്റ്റ് നമ്പർ തന്നിട്ടുണ്ട്. ഇന്ന നമ്പർ ഇവിടെ, ഇന്ന നമ്പർ ഇവിടെയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തേച്ചാൽ മതി. കുറച്ച് ഈസി ആയിരിക്കും. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഒന്നും അത്രയൊന്നും ആവത്തില്ല. ആർക്ക് വേണേലും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ, കുറച്ച് ശ്രദ്ധയുണ്ടെങ്കിലും. എന്ന് പറഞ്ഞ് എനിക്കിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്കത് നോക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഞാൻ നേരത്തെ ഒരു കബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിനുവിനെ ഹെൽപ്പ് ചെയ്ത് കുളമാക്കിയതാണ്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയും ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. ഈ കാണുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ കബേർഡിൻ്റെ ഈ ബാക്ക് വശം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കത് എടുക്കുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര തിന്നായിട്ടാണ് ഇരിക്കുന്നത്. അത് അത്ര അങ്ങ് സ്ട്രോങ് ആണോയെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. പക്ഷേ അതങ്ങ് ഇരുന്നോളും. നല്ല നമ്മൾ ഭയങ്കരമായിട്ട് ചവിട്ടി പൊട്ടിക്കും, അല്ലെങ്കിൽ ഭയങ്കര റഫായിട്ട് നമ്മൾ അതിനെ പെരുമാറിയാൽ മാത്രം അത് ഒടിഞ്ഞു പോകും. അല്ലാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവുകയില്ല. ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഒരു പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിങ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അത് 3 കഷണങ്ങൾ അവരത് എന്താ പറയുക, ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. വളരെ തിന്നായിട്ടുള്ള, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അത്യാവശ്യം കട്ടിയുണ്ട്. പക്ഷേ ഈ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇച്ചിരി തിന്നാണ്. നല്ല കട്ടി കുറഞ്ഞൊരു സാധനമാണ്. ഹാൻഡിൽ വിത്ത് കെയർ തന്നെ ചെയ്യേണ്ട സാധനങ്ങളാണ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും കബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് വലിയ പണി പണിയാൻ പോകുന്നില്ലല്ലോ. ഇത് സത്യത്തിൽ ഐക്കിയുടെ ഫർണിച്ചറിൻ്റെ ഒരു ഡ്രോബാക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്മാൻഡിൽ പിന്നെയും നമ്മൾ അങ്ങോട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റുക ട്രാൻസ്ഫർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞങ്ങളൊരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്ററും കൂടെ ഒട്ടിക്കുകയാണ്. അവർ നല്ല രീതിയിലാണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതെങ്കിലും നമുക്ക് ഒന്നും കൂടെ ഒരു കെയറിന് വേണ്ടിയിട്ടാണ്. സോ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ ആ 3 കള്ളികളും പിടിപ്പിച്ച് കഴിഞ്ഞ് ബാക്ക് സൈഡും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരിത്. ഇനി അടുത്ത പാട്ടെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം പ്രസൻ്റ്ലി ഉള്ള കബോർഡ് എംപ്റ്റി ചെയ്ത് അവിടെ നിന്ന് മാറ്റണം. കാരണം ആ സെയിം പ്ലേസിൽ തന്നെ ഈ പുതിയത് വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. കണ്ടോ, ഇപ്പോഴുള്ളൊരു ബോധോദയം പോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയാണ് പറയുന്നത് ആരാണ് വിൻ ചെയ്യുന്നതെന്നുള്ളൊരു കോമ്പറ്റീഷൻ നടത്തി നോക്കിയത്. കറൻ്റ്ലി ഞാനാണ് മുന്നോട്ട് നിൽക്കുന്നത്. ജിനുവിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വയറ് എനിക്കുണ്ട്. എന്നാലും ആശാൻ പുറകെ തന്നെയുണ്ട്. അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ, പാവം. സോ അതൊരു 2 പീസായിട്ട് വരുന്ന ഒരു കബോർഡാണ്. അത് അഴിച്ച് മാറ്റണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. എൻ്റെ മറ്റേ കബോർഡുമായിട്ടൊരു മാച്ച് ചെയ്യുന്നതായിരുന്നു അത്. എനിവേ സ്ഥലപരിമിതി കൊണ്ട് നമ്മളത് മാറ്റേണ്ടി വന്നു. ഇനിയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കബോർഡിൻ്റെ ഹൈറ്റ്, കള്ളികളുടെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചില കുപ്പികൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതിൽ അത്യാവശ്യം ഇച്ചിരി പൊക്കമുള്ളതുണ്ട്, ചിലത് ചെറുതുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഏറ്റവും പൊക്കമുള്ള കുപ്പി വെച്ച് അളന്ന് നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ് ചെയ്തത് കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ്, നമുക്ക് എപ്പോൾ വേണേലും ഊരിയെടുക്കാവുന്ന കള്ളിയായത്. 4 സ്ക്രൂ സൈഡിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഈ പല കഷ്ണം വെച്ച് ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്. അല്ലാത്ത ആദ്യത്തെ 3 നമ്മൾ സ്ക്രൂ വെച്ച് മുറുക്കിയ പോലെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വന്തം നമ്മുടെ എന്തുമാത്രം ഹൈറ്റ് വേണോ, എത്രമാത്രം വലിപ്പം വേണോ അത് നോക്കി നമുക്ക് ചെയ്താൽ മതി. ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളിങ്ങനെ അളന്നളന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കബോർഡ് ഒരു കള്ളി തീരെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് മതി, കാരണം കുറച്ച് വൈൻ ഗ്ലാസും അതൊക്കെ നമുക്കെടുത്ത് വെക്കാമല്ലോ. സോ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു വൈൻ ഗ്ലാസിൻ്റെ അളവ് വെച്ച് നോക്കിയതിന് ശേഷമാണ് ആ ഒരു നടുക്കത്തെ ആ മിഡിൽ പാർട്ട് ഒരു കള്ളി ഞാൻ ഏറ്റവും ചെറുതായിട്ട് തന്നെ ഫിക്സ് ചെയ്തു. അപ്പോൾ അതിന് ഇച്ചിരി പൊക്കം കുറഞ്ഞ് ഫിക്സ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള കള്ളികൾക്ക് കുറച്ച് വലിപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ല എല്ലാം ഒരേ അളവിൽ കബോർഡ് എടുത്തു കഴിഞ്ഞാൽ ചില കുപ്പികളൊന്നും നമുക്ക് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം ജിനു ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈൻ ഗ്ലാസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. കണ്ടോ, എല്ലാം വെച്ച് കഴിഞ്ഞു. ഇത് നമ്മുടെ ഡോറ്, ഈ 2 ഡോറുണ്ട്, നമ്മളത് പിടിപ്പിക്കണം. ഇതിവിടെ വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇച്ചിരി കനം കുറവുണ്ടാകും വെച്ചിട്ട് ഗ്ലാസിൻ്റെ ഡോറാണ്. അതുകൊണ്ട് ഡോറ് പിടിപ്പിച്ചിട്ട് കൊണ്ട് വെക്കുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. തുടങ്ങിയാലോ?
ഇതാണ് ഞാൻ പറഞ്ഞില്ലേ 2 ഡോർ ഉണ്ടെന്ന്. 2 ഡോറും സെപ്പറേറ്റ് കവറിലാണ് വന്നിരിക്കുന്നത്. ആ 2 ഡോറിനും വേണ്ടിയിട്ടുള്ള ടൂൾസ്, ഫിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് അവർ ആ ഓരോ പാക്കറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ വരത്തില്ല. ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും കറക്റ്റ് തിരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. ആദ്യം ഞങ്ങൾ ആ ഷൂ റാക്കൊക്കെ പിടിപ്പിച്ചപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി, കുളമായി, പിന്നെ ഇച്ചിരി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയേക്കുന്നത് കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി കേട്ടോ. കാരണം നമ്പറും കാര്യങ്ങളും അളവും എല്ലാം വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇത്ര പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. ഞാൻ വിചാരിച്ചൊരു 2-3 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചാലും ഇത് ഫൈനൽ സ്റ്റേജിൽ ഓൾറെഡി എത്തി. ഈ ഡോറിൻ്റെ ലോക്ക് ഉണ്ടോ, ആ ലോക്കൊക്കെ അവർ ഫിക്സ് ചെയ്താൽ തന്നേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ആ പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ഈ ഗ്ലാസ് ഞാൻ വിചാരിച്ച പോലെയല്ല, ഞാൻ വിചാരിച്ചത്ര കട്ടിയില്ലാത്തൊരു ഗ്ലാസ്സാണെന്ന്. പക്ഷെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ജസ്റ്റ് ഇൻ കേസ് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഐക്യയിൽ ഓൺലൈനിലും അവൈലബിൾ ആണ്. അല്ലാതെ ഞങ്ങളിത് ഓൺലൈനിൽ നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം നേരിട്ട് അവിടെ പോയി കണ്ട് മേടിച്ചുകൊണ്ട് പോരുമായത്. ഡെലിവറി ചാർജ് 25-30 pounds എന്താ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഇതിങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിങ്ങനെ പോരുകയാണ് ചെയ്തത്. കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം മെയിനായിട്ടുള്ള 3 ലോക്കാണ് ഒരു ഡോറയിലുള്ളത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്ത് ഈസി ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നതെന്ന്. ആ സ്ക്രൂ ജസ്റ്റ് 2 സ്ക്രൂ ഉണ്ട്. ആ 2 സ്ക്രൂ വെച്ച് പിടിപ്പിച്ചാൽ മതി. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമേ. Truth raw and unrefined. Every line's a pulse from a vivid mind. Urban poets in the court of king. Subway line. Lost souls searching, trying to redefine. Echoes of struggle in alleys tight. Fighting for a moment under neon light. Corners hum with the jazzy groove. Time stands still, it's hard to move. The rhythm of life, fast and slow. Navigate the maze, let the story flow. Bare knuckle truth raw and unrefined. Every line's a pulse from a vivid mind. Urban poets in the court of king. Lost souls searching, trying to redefine. Echoes of struggle in alleys tight. Fighting for a moment under neon light. Corners hum with the jazzy groove. Time stands still, it's hard to move. The rhythm of life, fast and slow. Navigate the maze, let the story flow. Truth raw and unrefined. Every line's a pulse from a vivid mind. Urban poets in the court of king. Corners hum with the jazzy groove. Time stands still, it's hard to move. The rhythm of life, fast and slow. Navigate the maze, let the story flow. അങ്ങനെ 2 ഡോറും പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ആ സംഭവം ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാന്ന് ഉള്ള ഒരു ഇതൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതിന് ലോക്കില്ല കേട്ടോ. ഇതിന് ലോക്ക് നമ്മൾ സെപ്പറേറ്റ് പിടിപ്പിക്കേണ്ടി വരുമായിരിക്കും. അടുത്തതായിട്ട് ചിന്നു ഭയങ്കര സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോട് കൂടി സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഹൈറ്റ് അനുസരിച്ച് ഞങ്ങൾ ചെയ്തു എന്നുള്ളത്. ഏറ്റവും ഹൈറ്റുള്ള കുപ്പികളാണ് മുകളിൽ വെച്ചേക്കുന്നത്. ഹൈറ്റ് കുറഞ്ഞത് അല്ലെങ്കിൽ ഇച്ചിരിയുടെ ചെറുത് താഴെയായിട്ട് അറേഞ്ച് ചെയ്തു. പിന്നെ കുറച്ച് വൈൻ ഉണ്ടായിരുന്നു. വൈൻ സെപ്പറേറ്റ് ചെയ്ത് താഴത്തെ കബേർഡിലാണ് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വൈൻ ഗ്ലാസ് വെക്കാൻ വേണ്ടി
ഏറ്റവും ചെറിയ കള്ളി തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു. സത്യത്തിൽ അങ്ങനെ ഒരു പ്ലാൻ നേരത്തെ ഇല്ലായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് അറേഞ്ച് ചെയ്ത് വന്നപ്പം ഒരു കള്ളിക്ക് തീരെ ചെറുതായിട്ട് വന്നു. സോ അത് ഞാൻ അങ്ങനെ അങ്ങ് എടുക്കുകയായത്, അല്ലാതെ അത് പ്ലാൻഡ് അല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും കുടിക്കാനല്ല കേട്ടോ, ഇതൊക്കെ ഒരു രസത്തിന് വെക്കാനാണ്. ഞങ്ങൾക്ക് മൊത്തത്തിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും 40 മിനിറ്റും അത്ര ആയില്ലെന്ന് തോന്നുന്നു. 1.5 മണിക്കൂർ താഴെ എടുത്തിട്ടുള്ളൂ കേട്ടോ മൊത്തത്തിൽ. കാരണം ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തതുകൊണ്ടാണ്, പിന്നെ നേരത്തെ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു ഐക്കിയുടെ സാധനം വെച്ചിട്ട്. പക്ഷേ ഇത് ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യം തന്നെ ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം സ്ഥലമെല്ലാം റെഡിയാക്കി, പിന്നെ ആ മാനുവലൊക്കെ നോക്കി ഞങ്ങൾ ഫോളോ ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. ജിനു പറയുന്നത് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ മേടിച്ച് നിറയ്ക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു ജസ്റ്റ് വെയിറ്റ്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പതുക്കെ കിട്ടുമെന്ന്. നോക്കിക്കേ, അത്